ജീവിതങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമിടയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതാണ് കലാലയം. മഴത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്ന വരാന്തയിലൂടെ എൻ്റെ പഴയ ക്ലാസ് മുറികളിലേക്ക് വീണ്ടും ഒരു എത്തിനോട്ടം. കൈവെള്ളയിലെ നനുത്ത നോവിൽ ഒരുപാട് സുഖമുള്ള നോവുകൾ, ഓർമ്മകൾ സമ്മാനിച്ച എൻ്റെ വിദ്യാലയം. അന്നത്തെ കുറുമ്പിൽ മുഖം വാടിയെങ്കിലും ഇന്ന് ഒത്തിരി ഇഷ്ടത്തോടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഗുരുക്കന്മാർ, കൈകോർത്തും തല്ലിപ്പിരിഞ്ഞും കൂടെ കൂടിയ നല്ല സൗഹൃദങ്ങൾ, വിടവാങ്ങുമ്പോൾ വിതുമ്പിക്കരഞ്ഞ സുഖമുള്ള നോവുകൾ, അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ തന്ന എൻ്റെ വിദ്യാലയത്തിൽ ഒരിക്കൽ കൂടി ഇന്നും ഞാൻ ഓർക്കുന്നു. ക്ലാസ് മുറികളിലെ ബോർഡുകളേക്കാൾ കൂടുതൽ പേരുകൾ എഴുതി വച്ച തണൽ മരങ്ങൾ. ആ മരങ്ങൾക്കറിയില്ലായിരുന്നു എത്രയെത്ര പ്രണയങ്ങൾ മുട്ടിട്ടത് അവിടെ നിന്നാണെന്ന്. ഓർമ്മയിലെ മയിൽപ്പീലിത്തുണ്ടുകൾ ഒളിപ്പിച്ചു വച്ച് പുതുമണം മാറാത്ത നോട്ട് പുസ്തകത്തിന്റെ ഓർമ്മത്താളുകൾ പോലെ നമുക്ക് GUPS കണ്ടന്തറയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. നമ്മുടെ കണ്ടന്തറ ഗവൺമെന്റ് UP സ്കൂൾ 5 വർഷം പിന്നിടുമ്പോഴും വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ സ്മരണകളിൽ ഗൃഹാതുര ശോഭയോടെ വിരാജിക്കുന്നു. 1949 കണ്ടന്തറ ഗവൺമെന്റ് UP സ്കൂൾ മർഹൂം മജീദ് മരക്കാർ സാഹിബിനെ പോലെ സമൂഹത്തിലെ ആദരണീയരായ വ്യക്തിത്വങ്ങളാൽ പരിപോഷിക്കപ്പെടുകയും കലാനുസൃതമായ പരിഷ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഇന്ന് പൊതുവിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ ഉജ്ജ്വല ശോഭയോടെ വിളങ്ങുകയാണ് നമ്മുടെ വിദ്യാലയം. ഫസ്റ്റ് നിയമനം വന്നത് കണ്ടന്തറ തന്നെയാണ്. അടുത്ത കാലഘട്ടത്തിൽ ഇത് മജീദ് മരക്കാരുടെ ശ്രമഫലമായാണ് ഈ സ്കൂള് ആരംഭിക്കുന്നത് തന്നെ. അന്ന് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവര് ഒരു പ്രധാനിയാണ്. പലരും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മജീദ് മരക്കാരും ചെയ്തത്. അരിമ്പശ്ശേരി കൊച്ചാമു സാർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ കഴിപ്പുറത്തുണ്ട്. ഈരാമുസ്ലിയാർ സ്ഥലം കൊടുത്തത് കോക്കാട്ടുമാലി ബഹാരി എന്ന് പറഞ്ഞ ആളാണ്. ഈ ബഹാരി എന്ന് പറഞ്ഞ ആളോട് ഈ സ്ഥലം സ്കൂളിന് വേണ്ടിയിട്ട് കൊടുക്കുള്ളൂ പറഞ്ഞു. ആദ്യം വില കിട്ടണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അവസാനം പുള്ളി ഫ്രീ ആയിട്ട് കൊടുത്തു എന്നാണ് എൻ്റെ അറിവ്. പിന്നെ എൻ്റെ കൂടെ പഠിച്ചവർക്കും ഈ സ്കൂള് നല്ല നിലയിൽ ഇന്ന് തുടർന്നു കൊണ്ടുപോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്കും PTA കമ്മിറ്റിക്കും എൻ്റെ ആശംസകൾ നേർന്നു. സാമൂഹിക പൊതുപ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അഗ്രഗണ്യനായ മർഹൂം മജീദ് മരക്കാർ സാഹിബ് 1949 കണ്ടന്തറ ഗവൺമെന്റ് സ്കൂൾ ഏറ്റെടുക്കുമ്പോൾ കലാസാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ ഏക സ്ഥാപനമായി നമ്മുടെ സ്കൂൾ മാറുകയും ആയിരക്കണക്കിന് കുട്ടികൾക്ക് അന്ന് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകാൻ സാധിക്കുകയും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ശോഭ തെളിയിച്ച പല പ്രമുഖരും യശസ്സുയർത്തിക്കൊണ്ട് ഈ സ്കൂളിൽ നിന്നും പടിയിറങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മുളച്ചു പൊന്തിയതോടെ കാലക്രമേണ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുകയും നിരവധി ഡിവിഷനുകൾ ഉണ്ടായിരുന്ന നമ്മുടെ സ്കൂൾ കേവലം 50ഓളം വിദ്യാർത്ഥികൾ മാത്രമായി മാറുകയും ഈ സർക്കാർ സ്കൂളിന് അൺഎക്കണോമിക് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അടച്ചുപൂട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ അവസരത്തിൽ ഇംഗ്ലീഷ് മീഡിയം എന്ന ആശയവുമായി രംഗത്തു വന്ന കണ്ടന്തറയിലെ ഒരു കൂട്ടം നല്ലവരായ ചെറുപ്പക്കാർ അന്നത്തെ സ്കൂളിലെ HM ശ്രീമതി നസീമ ടീച്ചറുമായി ആശയം പങ്കുവെക്കുകയും അതുവഴി 2013 ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയം ആക്കാൻ സാധിച്ചു. സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അവഗണനകൾ പോലും സഹിച്ച് അത് തരണം ചെയ്ത് തങ്ങളുടെ മക്കളെ ഈ വിദ്യാലയത്തിൽ ചേർക്കാൻ കണ്ടന്തറയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അന്ന് മുന്നിട്ടിറങ്ങി. അങ്ങനെ 2014 17 കുട്ടികളുമായി LKG ഇംഗ്ലീഷ് മീഡിയത്തിന് തുടക്കം കുറിച്ചു. ഇതര സംസ്ഥാന കുട്ടികളാണ് കൂടുതലെന്നും ബായ സ്കൂൾ എന്ന പേര് പറഞ്ഞ് അധിക്ഷേപിച്ചെങ്കിലും ഇടിഞ്ഞു വീടാറായ ആ പഴയ കെട്ടിടത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിൽ തന്നെ ഉറച്ചുനിന്ന് ആ കുട്ടികളും തങ്ങളുടെ കുട്ടികളാണെന്നും എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്ന ലക്ഷ്യത്തോടെ സ്കൂളിന്റെ നിലനിൽപ്പിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച നന്മയുടെ വ്യക്തിത്വങ്ങളാണിവർ. ഈ പള്ളിപ്പറമ്പിൽ നിന്ന മരങ്ങൾ, പ്ലാവ്, ആഞ്ഞിലി, ഇതൊക്കെ അന്ന് വെട്ടിയെടുത്താണ് ആ സ്കൂൾ പടവ്.
അതിൻ്റെ കല്ല് മുറിച്ച് തന്നെ മൂപ്പൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു കലയോട്ടുപാട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കല്ല് മുറിച്ച് കൊണ്ടുപോയാണ് അവിടെ ആൾക്കാർ. എല്ലാ ആളുകളും അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടും സഹായങ്ങളും ചെയ്തു. അന്ന് എൻ്റെ ഓർമ്മ ഇതാണ്, ഒരു 5 രൂപ വെച്ച് ഒരു വീട്ടിൽ നിന്ന് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളായിരുന്നു കണ്ണന്തയുള്ള അധികം ആളുകൾ. 3, 4, 5 വീടുകളാണ് എന്തെങ്കിലും അല്പസ്വല്പം സാമ്പത്തികം ഉള്ള ആളുകളുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ജമാഅത്തിൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് തന്നെ. ഈ ശമ്പളം കൊടുക്കാൻ നമ്മുടെ ജമാഅത്തിന് സാധിക്കാത്തതുകൊണ്ട് വീണ്ടും മജീദ് മരക്കാരനെ സമീപിച്ച് ഈ സ്ഥാപനം നമ്മൾ സ്വന്തം ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ സ്ഥാപനം ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് മറ്റുള്ള അധ്യാപകരൊക്കെ വെച്ച് തുടർന്ന് ഇങ്ങനെ പോകുന്നത്. ഒന്നാം കൈക്കാരൻ മൊയ്തീൻ മൂത്തപ്പ, രണ്ടാമത്തത് ഖത്തീബ് കുഞ്ഞലവി മലവി, പിന്നെ മൂന്നാമത് അബ്ദുറഹ്മാൻ മല്ലാക്ക, നാലാമത്തത് മജീദ് മരക്കാർ. ഗവൺമെൻറ് സ്കൂള് കണ്ണന്ത്ര UP സ്കൂളിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന സുദിനത്തിൽ ഞങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെയും അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയും സന്തോഷപൂർവ്വം ഓർമ്മിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും ഇപ്പോഴത്തെ പ്രവർത്തകർക്കും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അതുപോലെ മറ്റുള്ളവർക്കും അർപ്പിച്ചു പോകുന്നു. ഷഫിയ ടീച്ചർ കണ്ടത്തറ സ്കൂളിലെ അധ്യാപികയായി 33 വർഷത്തോളം ജോലി ചെയ്തു. അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു എക്സാമിനേഷൻ നടക്കുകയാണെങ്കിൽ ആ പരീക്ഷ നടക്കുമ്പോൾ ഒരു പുറത്തു വന്ന് നിൽക്കും മാർക്ക് കിട്ടുന്നത്. സ്ലേറ്റിലാണെങ്കിൽ തന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തു വന്ന് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ആഗ്രഹിച്ചതിൻ്റെ പുറത്താണ് ഞങ്ങളൊക്കെ ഈ നിലയിലേക്ക് എത്താൻ കാരണം. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ അന്ന് കർഷകരാണ്, എല്ലാവരും കർഷകരാണ്, കർഷക കുടുംബത്തിലാണ്, കർഷകരായിട്ട് പോകേണ്ട ആൾക്കാരാണ്. അന്ന് തുടക്കത്തിൽ പ്രൈമറി സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പൊതുപ്രവർത്തകനായ മജീദ് മരക്കാർ സാഹിബ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് നല്ല രീതിയിൽ എല്ലാ സംവിധാനത്തോടു കൂടി UPS പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മനോഹരമായ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജോലി ചെയ്തും താമസിക്കുവാനും ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഒരു ചെറിയ കിളിക്കൂട് പോലെ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് നമ്മുടെ കണ്ടന്തറ ഗവൺമെൻറ് UP സ്കൂൾ. സ്കൂളിൽ വളരെ നല്ല വ്യക്തിത്വങ്ങൾ, ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും സേവനം ചെയ്യാൻ പറ്റുന്ന നല്ല വ്യക്തിത്വങ്ങൾ സ്കൂളിൽ നിന്നും ഒരുപാട് പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ആഘോഷങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അക്കാദമികേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 2016 PTA അവാർഡ് കരസ്ഥമാക്കി. ജില്ലയിൽ 2ാം സ്ഥാനവും ഉപജില്ലയിൽ 1ാം സ്ഥാനവുമായിരുന്നു. തുടർന്ന് ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരത്തിനും ഞാൻ ഈ കണ്ടന്തറ UP സ്കൂളിലെ ഒരു പൂർവ്വകാല വിദ്യാർത്ഥിയാണ്. കണ്ടന്തറയിലെ ജനങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള അനേകം പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത എത്ര ആളുകൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ വാർഷികങ്ങളും നേരുന്നു. ആദ്യം ഇത് സ്കൂൾ അനുവദിച്ച് പാസ്സാക്കി തന്നത് മജീദ് മരക്കാർ സാഹിബാണ്. അതിന് പൈസ മുടക്കി 100 കെട്ടിടമാണ് തന്നത്. ഈ സ്കൂൾ വാർഷികത്തിന് വേണ്ടി വീണ്ടും സ്കൂള് നല്ല നിലയിലെത്താനും വളരാനും ആഗ്രഹിക്കുകയാണ്. ഈ സംരംഭത്തിന് കണ്ടന്തറ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ നേരുന്നു. ഈ കണ്ടന്തറ ഗവൺമെൻറ് UP സ്കൂളിൻ്റെ 75ാമത് വാർഷിക ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വികസന വഴികളിലൂടെ SSA ഫണ്ടിൽ നിന്നും ലഭിച്ച 14 ലക്ഷം രൂപ കൊണ്ട് പഴയ ഹാൾ നവീകരിച്ചു. ബഹുമാനപ്പെട്ട സാജു പോളിന്റെ MLA ഫണ്ടിൽ നിന്നും ലഭിച്ച 25 ലക്ഷം രൂപയ്ക്ക് ക്ലാസുകൾ പണിതു.
കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഭാഗമായി ലഭിച്ച ടോയ്ലറ്റ് സമുച്ചയം, റൗണ്ട് ടേബിളിന്റെ ഭാഗമായി ലഭിച്ച കമ്പ്യൂട്ടർ ലാബ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ലഭിച്ച 8ാം ക്ലാസ് റൂമുകൾ, ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളയുടെ ആദ്യ വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച സ്കൂൾ ബസ്, ഇൻസ്പയർ പെരുമ്പാവൂരിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട MLA എൽദോസ് കുന്നപ്പിള്ളി സ്കൂളിലേക്ക് കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും നൽകി. SSA ഫണ്ടിൽ നിന്ന് ലഭിച്ച അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അടുക്കള, ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച 2 ക്ലാസ് റൂം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി നൽകിയ ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, അക്കാദമിക മികവുകളിലൂടെ മികച്ച അധ്യാപകരുടെ സേവനം, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബ്, LKG മുതൽ ഹിന്ദി, കമ്പ്യൂട്ടർ പഠനം, വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾക്കും വായന വളർത്തുന്നതിന് വേണ്ടി അമ്മ ലൈബ്രറി, കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ വളർത്താനും സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനുമായി ഹെലോ ഇംഗ്ലീഷ്, കുട്ടികളിലെ ഭാഷാ ശേഷികൾ വളർത്തുന്നതിനും പഠന പിന്തുണ നൽകുന്നതിനുമായി ശ്രദ്ധ, SSK ഫണ്ടിൽ നിന്ന് പ്രീ പ്രൈമറി കുട്ടികൾക്കായി ലഭിച്ച വർണ്ണക്കൂടാരം, കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്രിയേറ്റീവ് കോർണർ, 2 വർഷമായി കുട്ടികളിൽ സാമൂഹിക ബോധം വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്കൗട്ട്, ഗൈഡ്, ബുൾബുൾ, ബണ്ണീസ്, കപ്പ് എന്നീ പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. വെങ്ങോല പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആകർഷകമായ ചിൽഡ്രൻസ് പാർക്ക്, മലയാള തിളക്കം പദ്ധതികൾ, അധ്യാപക ശാക്തീകരണത്തിനായി ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി, മറ്റു പഠന പിന്തുണ സംവിധാനങ്ങൾ, പഠനോത്സവം, മികവുത്സവം, LSS USS മികച്ച പരിശീലനം, തുടർച്ചയായി LSS USSൽ മികച്ച വിജയം. കൺക്ലൂഷൻ. നാൾ വഴികളിൽ പല പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവയൊക്കെയും നാളേക്കുള്ള മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഊർജം. പാതിവഴിയിൽ പലരും ഉപേക്ഷിച്ചു പോയപ്പോഴും തളരാതെ പിടിച്ചുനിന്ന് വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ എരിയുന്ന കനൽ വഴി താണ്ടി കണ്ടന്തറ ഗവൺമെന്റ് UP സ്കൂൾ 75ാം വാർഷിക നിറവിൽ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പൊതുവിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ ഉജ്ജ്വല ശോഭയോടെ വിളങ്ങാൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച മർഹൂം മജീദ് മരക്കാർ സാഹിബ് മുതൽ ഓരോ അധ്യാപകർക്കും, അനധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും, ഭരണ സംവിധാനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപക രക്ഷകർത്തൃ സമിതി, പൊതുസമൂഹം ഏവരുടെയും അകമഴിഞ്ഞ സേവനത്തിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിസ്സീമമായ സഹകരണം പ്രതീക്ഷിച്ച് ഇനിയും ബഹുമതികൾക്കായി നിങ്ങളോടൊപ്പം അന്നും ഇന്നും എന്നും GUPS കണ്ടന്തറ.